സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പം നിങ്ങൾ ഇപ്പോൾ കളിച്ച് മടുത്തിരിക്കുന്ന സമയമായിരിക്കും. അപ്പം കളിച്ച് മടുത്തിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് എക്സ്പെരിമെൻ്റ് ഇഷ്ടം. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില്ല് ഗ്ലാസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം, സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. A4 ഷീറ്റ് പേപ്പറിനകത്ത് വേറെ ഒരു എഴുത്തുള്ള പേപ്പറാണ് എടുത്തത്. പിന്നെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു സാധനം കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ്, നമ്മളെടുത്ത 2 ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ A4 ഷീറ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ കല്ല് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒന്നുകൂടെ നോക്കാം. കണ്ടോ, ഈ A4 ഷീറ്റ് പേപ്പറിന് മുകളിൽ നമുക്ക് ഈ കല്ല് നിർത്താൻ പറ്റുള്ള. ഇനി ഈ കല്ല് നിർത്താൻ വേണ്ടി ഒരു ട്രിക്ക് ഞാൻ കാണിച്ചേ. ഇനി നമ്മൾ ഈ A4 ഷീറ്റ് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് മടക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്ലാസിൻ്റെ മീതെ നമുക്ക് പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെയിറ്റ് വെച്ച് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ വെയിറ്റ് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചില വീട്ടിലൊക്കെ ആസ്പെറ്റോസ് ഷീറ്റൊക്കെ ഇങ്ങനെ മടങ്ങിയല്ലേ ഇരിക്കണേ. അപ്പോൾ ഈ ബലം കൊണ്ടായിരിക്കും ആ ഷീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെടുത്ത് അതേ പേപ്പർ തന്നെ ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ പോലെ മടക്കി എടുത്തിട്ട് കല്ല് ഇതിൻ്റെ മേളിൽ വയ്ക്കുമ്പോൾ അത് താഴെ പോകില്ല. അതായത് ഈ പേപ്പർ പ്ലെയിൻ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പേപ്പർ വെയിറ്റ് താങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ പേപ്പറിന് ഒരു ചുളിവുണ്ടാക്കി നമ്മൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഈ പേപ്പറിൻ്റെ മീതെ ഏത് വെയിറ്റ് വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.